അന്ന് മുതല തിരുമേനി ഈ വിധത്തിലായത്. കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സയില്ല. എന്നിട്ടും ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞപ്പോഴാ ഒരു വിവാഹം കഴിഞ്ഞാൽ തിരുമേനിയുടെ സൂക്കേട് മാറുമെന്ന് ആരോ വലിയ തിരുമേനി ഉപദേശിച്ചത്. ഈ നാട്ടിൽ മുഴുവൻ തിരക്കിട്ടും ഉണ്ണി നമ്പൂതിരിക്ക് വേളിയാകാൻ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ കുഞ്ഞിനെ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും കുഞ്ഞ്. നാട്ടുകാര് മുഴുവൻ പറയണത് ഇത് ഉണ്ണി നമ്പൂതിരിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാ. ദൈവം ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? കുഞ്ഞെ, ഉണ്ണിയുടെ ഇല്ലത്തുനിന്ന് തരാന്ന് സമ്മതിച്ച മുഴുവൻ തുക ഇതിലുണ്ട്. ഇല്ല, ഞാൻ കാരണം എന്റെ സഹോദരിമാരുടെ ജീവിതം നശിക്കാൻ പാടില്ല. അനുഭവിക്കണം. ശ്രീദേവി, ഇത് നിന്റെ വിധിയായി കരുതി സമാധാനിക്കണം. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല. മോളെ ശ്രീദേവി, മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഇവനെന്താ വല്ല കുരുത്തക്കേടും കാട്ടിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പറയൂ ശ്രീദേവി, ഞാനൊന്നും ചെയ്തില്ലാന്ന്. ശരിയമ്മേ, ഉണ്ണീട്ടനൊന്നും ചെയ്തില്ല. കണ്ണില് കരട് പോയതാ. ഞാൻ വിചാരിച്ചു ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവൂന്ന്. നീ ഇവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവണം. ഇന്ന് മാത്രമല്ല, എന്നും. ഇനി ഇവനെയും നമ്മളെയും രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പോകാമേ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ കുട്ടി എന്താ കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ നോക്ക? ഞാനില്ലേ ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ? ഞാൻ നിലത്ത് കിടക്കാം.
ആരാത്? എന്താ കുഞ്ഞെ? എന്താ ഈ സമയത്ത്? ആ വാതിൽ കുറ്റിയിട് കണാര. കുഞ്ഞെ, വാതിൽ കുറ്റിയിടാൻ. എന്താ കുഞ്ഞെ? കുഞ്ഞ് എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് പകരം വീട്ടണം. എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കുഞ്ഞെ, കണാരൻ പേടിക്കണ്ട. ഈ കളപ്പുരിക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ. തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല. എനിക്ക് വേണം കണാരന്റെ ചോരയിൽ ഒരു കുഞ്ഞ്. കുഞ്ഞെ, എന്തൊക്കെയായി പറയുന്നത്? സത്യം. ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം. എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവി, 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 അങ്ങനെയല്ലല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി, 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 വാതില് തുറക്ക്. ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവിനോട് ക്ഷമിക്ക് ശ്രീദേവി. എന്നോട് പിണങ്ങി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നത്? വാ ശ്രീദേവി, എനിക്കൊരു പിണക്കവും ഇല്ല. വാ വാ ശ്രീദേവി. വന്നില്ലേ ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു കൂട്ടു. വാ വാ ശ്രീദേവി, വാ. പിണങ്ങല്ലോ ശ്രീദേവി. വാ വാ വാ.